Hi students, welcome to LM Thing. Today we are going to do the exercise questions of page 237, chapter 10, polynomials. Okay, start with the first question. Chapter 10, polynomials, exercise page 237. Exercise 237-ലെ ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, write the second degree polynomials given below as the product of two first degree polynomials. Find also the solutions of the equations p of x equals 0 in each. മനസ്സിലായി കാണുമല്ലോ അല്ലേ? The p of x equals x square plus 7x plus 12 എന്നത് പോളിനോമിയലാണ്. ഈ പോളിനോമിയലിലെ എന്താണ് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ഫാക്ടർ, അതായത് പ്രോഡക്റ്റ് ആയിട്ട് എഴുതുക. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ദിസ് is equal to 2 first degree polynomial, product of 2 first degree polynomials. കൂടാതെ ഈ p of x is equal to 0 എന്ന് പറഞ്ഞാൽ this is equal to 0 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂസും കാണണം, സൊല്യൂഷൻസും കാണണം. ഓക്കെ, അപ്പോൾ ഇതിനൊരു ജനറൽ ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് p of x equals product of 2 first degree polynomial. We can write it as x minus a into x minus b. This is of the general form. Equals x square minus a plus b into x plus a into b ab. ഇതാണ് expanded form. p of x ന്റെ general form എന്ന് പറയുന്നത് ഇതാണ്, ഈ തന്നിരിക്കുന്ന പോളിനോമിയലിന്റെ ജനറൽ ഫോം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇവിടെ നോക്കിക്കേ, മൈനസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് ഈസ് 7x. അപ്പോൾ മൈനസ് എ പ്ലസ് ബി ആണ് ഇക്വേറ്റിംഗ്, ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുന്നത് 1 and 2. ഇക്വേറ്റിംഗ് മൈനസ് ഓഫ് എ പ്ലസ് ബി ഈക്വൽസ് 7. പിന്നെ നോക്കിക്കേ, എ ബി ഈസ് ഈക്വൽ ടു 12. ഇത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇത് നമുക്ക് എന്താ എഴുതണ്ടേ? അപ്പോൾ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -7 എന്ന് കിട്ടും. അപ്പം ഏതെല്ലാം വാല്യൂസ് കൊടുക്കുക, ആഡ് ചെയ്യുമ്പോൾ -7 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 കിട്ടണം. അപ്പോൾ 12ന്റെ ഫാക്ടേഴ്സ് നമുക്കറിയാം. എന്താണ്? 1 into 12 is 12, 2 into 6 is 12, 4 into 3 or 3 into 4, 3 into 4 is 12. ഇതൊന്നും ആഡ് ചെയ്ത്, ഇതിൽ ഏത് ആഡ് ചെയ്താലാണ് സം 7 കിട്ടുക നോക്കുക, എന്നിട്ട് പിന്നെ മൈനസിലേക്ക് പോകാം. അപ്പോൾ ഇത് നോക്കിക്കേ, ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 13, 8, ഇത് 7 കിട്ടുന്നുണ്ടല്ലേ, ഇത് 7 കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് -7. അപ്പം -3ഉം -4ഉം ആയാലോ, ആഡിങ് വിൽ ഗെറ്റ് -7. ഇത് മൾട്ടിപ്ലൈ ചെയ്താലോ എന്താ കിട്ടുക? 12 എന്ന് കിട്ടും. അപ്പം നമുക്ക് വാല്യൂസ് കിട്ടി. ഏതാണ്? a is equal to -3, b is equal to -4 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ എഴുതാം? a is equal to -3, b is equal to -4. ഇനി ഇതിനെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? പ്രോഡക്റ്റ് ഓഫ് 2 ഫാക്ടേഴ്സ് ആയിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് എഴുതാം x square plus 7x plus 12 equals x minus 3 into x minus 4. ഇതാണ് ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ. പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് നമ്മൾ എഴുതി, x minus 3 into x minus 4. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? x കണ്ടുപിടിക്കണം അല്ലേ? ഈ p of x ഈക്വൽ 0. പിന്നെ p of xനെ ഇവിടെ 0 കൊടുത്ത് വാല്യൂസ് കണ്ടുപിടിക്കണം. p of x is equal to 0. അങ്ങനെയാണ് എന്ത് വരും? x square plus 7x plus 12 is equal to 0 എന്ന് വരും അല്ലേ? ഇവിടെ നോക്കിക്കേ, x square plus 7x plus 12 is equal to 0 എന്ന് വരും. അപ്പോൾ നമുക്ക് വാല്യൂസ് ഏതാണ്? x minus 3 ഇത് തന്നെ എഴുതാം. ഇത് കൂടെ x minus 3 into x minus 4 is equal to 0.
അപ്പം എക്സ് മൈനസ് 3 is equal to 0 or എക്സ് മൈനസ് 4 is equal to 0. ഇവിടെ എത്ര കിട്ടുന്നത്? എക്സ് is equal to 3. ഇവിടെ എന്താ കിട്ടുക? എക്സ് is equal to 4. അങ്ങനെ 3ഉം 4ഉമാണ് ഈ പോളിനോമിയലിന്റെ സൊല്യൂഷൻസ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം പി ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12. ഇവിടെ എ പ്ലസ് ബി എത്ര? എ പ്ലസ് ബി is equal to മൈനസ് 7. എ ബി ഈക്വൽസ് 12. അപ്പം ആഡ് ചെയ്യുമ്പോൾ മൈനസ് 7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 12 കിട്ടണം. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് കണ്ടുപിടിക്കാം. 1 into 12, 2 into 6, 3 into 4. മൈനസ് 3 മൈനസ് 4ഉം കൊടുക്കുകയാണെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ മൈനസ് 7 കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 12 കിട്ടും. നോക്കിക്കേ, അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12 ഈക്വൽസ് എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 4 എന്ന് എഴുതാം. ഇനി നമുക്കിതിനെ 0 ആക്കി ചെയ്യണം. എക്സ് സ്ക്വയർ മൈനസ് 7x plus 12 equal to 0. That is x minus 3 into x minus 4 is equal to 0. X minus 3 is equal to 0. X is equal to 3. When x minus 4 is equal to 0, x is equal to plus 4. Okay? അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂസ് കിട്ടി. x is equal to 3, x is equal to 4. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞു. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പി ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12. നമ്മൾ ആ ജനറൽ ഫോം അനുസരിച്ച് എ പ്ലസ് ബി ഈക്വൽസ് മൈനസ് 8, എ ബി ഈക്വൽസ് 12. അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ആഡ് ചെയ്യുമ്പോൾ മൈനസ് 8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 വരുന്നു? 1 into 12 is 12, 2 into 6 is 12. അപ്പോൾ 2 6 എടുക്കാം അല്ലേ? നമുക്ക് ഫാക്ടേഴ്സ് 2ഉം 6ഉം എടുക്കാം. അതിനെ നോക്കിക്കേ, -2 -6 ആഡ് ചെയ്യുമ്പോഴാണ് -8 വരുന്നത്. -2 -6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരും? +12 വരികയും ചെയ്യും അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 ഈക്വൽസ് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 6 എന്ന് എഴുതാം. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് നോക്കിക്കേ, -2 ഇൻറ്റു -6 ഈസ് മൈനസ് +12. ഓൺ ആഡിങ് -2 പ്ലസ് -6 ഈസ് -8. ഇനി ഇത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 ഈക്വൽസ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 6. അപ്പോൾ എക്സ് മൈനസ് 2 0 ആകുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. മറു സൈഡ് പോകുമ്പോൾ എക്സ് മൈനസ് 6 0 ആകുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസേഴ്സ് എന്താണ്? 2 and 6. അപ്പോൾ മൂന്നാമത്തെ കഴിഞ്ഞ. ഇനി അടുത്തത് നാലാമത്തെ ചോദ്യം പി ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ പ്ലസ് 13x പ്ലസ് 12. ഇവിടെ നോക്കിക്കേ, എ പ്ലസ് ബി എത്ര വരും? എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 13, എ ബി ഈക്വൽസ് 12. ഇനി 12ന്റെ ഫാക്ടേഴ്സ് 1 into 12, അത് തന്നെ 13 കിട്ടുന്നുണ്ട് അല്ലേ? അപ്പം അത് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ എ പ്ലസ് ബി ഈക്വൽസ് 1 plus 12 is 13, 1 into 12 is 12. അപ്പോൾ നമുക്കിവിടെ ഫാക്ടേഴ്സ് എഴുതാം അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് 13x പ്ലസ് 12 ഈക്വൽസ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 12. നോക്കിക്കേ, 1 plus 12 is 13, 1 into 12 is 12. ഇനി നമുക്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. ഇനി സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 13x പ്ലസ് 12 is equal to 0. That is x plus 1 into x plus 12 is equal to 0. X plus 1 is equal to 0. X is equal to plus 1 അപ്പുറത്തുണ്ടാകുമ്പോൾ -1.
or x plus 12 equal to 0. x plus 12, 12 അപ്പുറത്തോണ്ട് വരുമ്പോൾ x is equal to minus 12. അപ്പോൾ -1 -12 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ 4 കഴിഞ്ഞ് ഇനി അടുത്ത അഞ്ചാമത്തെ ചോദ്യം. പി ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ പ്ലസ് 12x മൈനസ് 13. ഇവിടെ നോക്കിക്കേ, എല്ലാം ഒരേ രീതിയിൽ തന്നെ ചെയ്യേണ്ടത്. എ പ്ലസ് ബി ഈക്വൽസ് 12, എ ബി ഈക്വൽസ് -13 -13. അപ്പോൾ ഇവിടെ -13 എടുക്കേണ്ടത്. 13ന്റെ ഫാക്ടേഴ്സ് 1 into 13 is 13. ഈ ഒരു ഫാക്ടറേ ഉള്ളൂ. ഇനി ഇതിൽ ഒരു വില പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ നോക്കിയേ, വലുതിൻ്റെ +12 ആണ്. വലുതിന് എന്ത് കൊടുക്കുക? പോസിറ്റീവ് കൊടുക്കുക. അപ്പോൾ ചെറുതിന് നെഗറ്റീവ് കൊടുക്കുക. അപ്പോൾ -1 +13 വരും. നോക്കിക്കേ, -1 + 13 adding will get 12. -1 into 13 equals -13. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫാക്ടേഴ്സിനെ എങ്ങനെ എഴുതാം? x square plus x square plus 12x minus 13 equals x minus 1 into x plus 13. അപ്പോൾ രണ്ട് ഫാക്ടർ ആയിട്ട് എഴുതി. ഇനി equating to 0, we have to find the solution. Solutions കണ്ടുപിടിക്കണം. -13 equal to 0, x minus 1 into x plus 13 equal to 0. x minus 1 0 ആകുമ്പോൾ x is equal to 1. x plus 13 0 ആകുമ്പോൾ x is equal to -13. ഇതാണ് ആൻസർ. അപ്പോൾ അഞ്ചാമത്തെ ചോദ്യം കഴിഞ്ഞു. ആറാമത്തെ ചോദ്യം. പി ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ മൈനസ് 12x മൈനസ് 13. ഇവിടെ നോക്കിക്കേ, എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു -12, എ ബി ഈസ് ഈക്വൽ ടു -13. 13 1ഉം 13 ഫാക്ടേഴ്സ് ആയിട്ടുള്ളല്ലേ. ഇതിവിടെ വലുതിന് -12 ആണ്. അതുകൊണ്ട് എന്താണ്, ആഡ് ചെയ്യുമ്പോൾ -12, 1ഉം 13. ഇതിൽ വലുതിന് നെഗറ്റീവും ചെറുതിന് പോസിറ്റീവും കൊടുക്കുക. നോക്കിക്കേ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -12 കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -13 കിട്ടും. അപ്പം നമുക്ക് ഫാക്ടേഴ്സ് എഴുതാം. x square minus 12x minus 13 equals x plus 1 into x minus 13. Okay. ഇനി നമുക്ക് x square minus 12x minus 13 equal to 0. അപ്പോൾ x square minus 12x minus 13 equals x plus 1 into x minus 13. അപ്പോൾ നമുക്ക് വാല്യൂസ് എന്തൊക്കെ കിട്ടും? x plus 1 equal to 0 ആണെങ്കിൽ x plus 1 is equal to 0, x is equal to -1, x minus 13 is equal to 0. അപ്പോൾ ഇത് രണ്ടും 0 ആയിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് 0 ആയിട്ട് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയും. x is equal to 30. അപ്പോൾ നമുക്ക് വാല്യൂസ് എന്ത് കിട്ടും? x is equal to -1 and x is equal to 30. അപ്പോൾ ഈ എക്സസൈസിൽ എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.